ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ അടുത്ത് വന്ന NHSന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ലേബർ ഗവൺമെന്റ് NHS ഇംഗ്ലണ്ട് അബോളിഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ മൊത്തത്തിൽ പിരിച്ചുവിടുന്നു എന്നുള്ളൊരു വലിയൊരു വാർത്തയാണ് ഇന്നലെ വൈകിട്ട് ഏകദേശം പുറത്തു വന്നിരിക്കുന്നത്. അത് എന്തിന് എങ്ങനെ എന്നാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന്റെ ഈ ഒരു മിനിറ്റത്തെ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. And I can't, in all honesty, explain to the British people why they should spend their money on 2 layers of bureaucracy. That money could and should be spent on nurses, doctors, operation, GP appointments. So today I can announce we're going to cut bureaucracy across the state, focus government on the priorities of working people, shift money to the front line. So I'm bringing management of the NHS back into democratic control by abolishing the arm's-length body NHS England. That will put the NHS back at the heart of government where it belongs, freeing it to focus on patients, less bureaucracy, with more money for nurses, and NHS refocused on cutting waiting times at your hospital. അപ്പോൾ കഴിഞ്ഞ വീക്കിൽ ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു, NHSൽ വളരെ വലിയൊരു സ്റ്റാഫ് കട്ടിങ് വരുന്നു എന്നത്. അപ്പം അത് എന്തുകൊണ്ടാണ്, എപ്പോഴാണ് എന്നതിൻ്റെയൊക്കെ ഒരു വ്യക്തതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് NHS ഇംഗ്ലണ്ട് മൊത്തത്തിൽ പിരിച്ചു വിടുന്ന പ്രൈം മിനിസ്റ്റർ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്, ഈ NHS ഇംഗ്ലണ്ട്, ഇപ്പോൾ NHS ഇംഗ്ലണ്ട് എന്നുള്ളത് നമ്മുടെ 2012 കൺസർവേറ്റീവ് പാർട്ടി രൂപീകരിച്ച ഒരു സ്വതന്ത്ര സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു നോൺ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു NHS ഇംഗ്ലണ്ട് മൊത്തത്തിൽ പിരിച്ചു വിട്ടിട്ട് ബ്യൂറോക്രസിയെ ഇല്ലാതാക്കി നമ്മുടെ ഗവൺമെന്റിന്റെ പൂർണ്ണ അധികാരത്തിലുള്ള ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയർ ഡിപ്പാർട്ട്മെന്റുമായി കൂട്ടിച്ചേർക്കുക എന്നതാണ് ഈ ഒരു പദ്ധതിയും കൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. NHS ഇംഗ്ലണ്ട് പിരിച്ചു വിടുക എന്നുള്ള ഒരു വാർത്ത ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ മുതൽ ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ ശരിക്കും ഒരു തെറ്റായ ധാരണകൾ, അല്ലെ തെറ്റായ പ്രചാരണങ്ങളെ, വലിയ ആശങ്കകളും ഒക്കെയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള NHSൽ വർക്ക് ചെയ്യുന്ന നമ്മളെപ്പോലുള്ള ആളുകൾ, 10,000 കണക്കിന് സ്റ്റാഫിന് ഉണ്ടായത്. NHSൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന നഴ്സസ്, ഡോക്ടേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് എന്ന ഫ്രണ്ട് ലൈൻ സ്റ്റാഫുകൾക്ക് മൊത്തത്തിലൊരു ആശങ്കയാണ് ഈ ഒരു വാർത്ത വന്നതിന് ശേഷം ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് സിമ്പിളായിട്ടും വ്യക്തമായിട്ടും ഉള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഈ പല തെറ്റായ പ്രചാരണങ്ങളെന്ന് ഞാൻ പറഞ്ഞു, അത് മെയിനായിട്ട് ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ കൂടെ അല്ലെങ്കിൽ യൂട്യൂബിൽ കൂടെ ഒക്കെ പലരും പറഞ്ഞു പരത്തുന്നത് NHS മൊത്തമായി നിർത്താൻ പോകുന്നു, അല്ലെങ്കിൽ NHS മൊത്തമായിട്ട് അബോളിഷ് ചെയ്യുന്നു. ശരിക്കും NHSും NHS ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ഈ ഉള്ള തെറ്റായ വാർത്തകൾ ഇവർ പ്രചരിപ്പിക്കുന്നത്. NHS ഇംഗ്ലണ്ട് എന്നുള്ളത് ഒരു നോൺ ഗവൺമെന്റ്, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു തരാൻ പോകുന്നത്. NHS ഇംഗ്ലണ്ട് എന്നുള്ളത് ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷനാണ്. 2012 നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടി രൂപം കൊടുത്ത നമ്മുടെ NHSന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനും അതുപോലെ അതിൻ്റെ പ്ലാനിങ്, പോളിസീസ്, ഭരണമാറ്റങ്ങൾ, ബഡ്ജറ്റുകളൊക്കെ കൈകാര്യം ചെയ്യാനും വേണ്ടി രൂപം കൊടുത്ത ഒരു നോൺ ഗവൺമെന്റ്, അല്ല ഒരു സ്വതന്ത്ര സംഘടനയാണ് നമ്മുടെ NHS ഇംഗ്ലണ്ട്. അപ്പോൾ ഏകദേശം നിങ്ങൾക്കറിയാമല്ലോ, ഏകദേശം 200 ബില്യണിന് മുകളിലാണ് NHSന് വേണ്ടി മൊത്തത്തിൽ ഗവൺമെന്റ് ഓരോ വർഷവും ബഡ്ജറ്റിൽ ചെലവഴിക്കുന്നത്. അപ്പോൾ അതിൽ NHS ഇംഗ്ലണ്ടിന് മാത്രം NHSന്റെ മൊത്തം ബഡ്ജറ്റാണ് 200 ബില്യണാണ് ഏകദേശം ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. അതിൽ ഏകദേശം 3.2 ബില്യണ് മുകളിലാണ് NHS ഇംഗ്ലണ്ടിന്റെ മാത്രം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റിന് വേണ്ടി മാത്രം ഗവൺമെന്റ് ചെലവഴിക്കുന്നത്. അത് കൂടാതെ വളരെയധികം എക്സ്പെൻസുകൾ ഗവൺമെന്റിന് ഈ ഒരു NHS ഇംഗ്ലണ്ട് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ കൂടെ ഗവൺമെന്റിന് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു വരുമാനം മൊത്തത്തിൽ നിർത്തലാക്കി NHS ഇംഗ്ലണ്ട് മൊത്തത്തിൽ അബോളിഷ് ചെയ്ത് ആ ഒരു വരുമാനം സേവ് ചെയ്യുന്നത് ഫ്രണ്ട് ലൈൻ സർവീസിലേക്കും പേഷ്യന്റ് കെയറിലേക്കും മാറ്റാനാണ് ഈ ഒരു നമ്മുടെ പുതിയ പദ്ധതിയും കൊണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ട്രാൻസിഷൻ നമ്മുടെ NHS ഇംഗ്ലണ്ട് മൊത്തത്തിൽ അബോളിഷ് ചെയ്ത് ആ ഒരു സംഘടന, ആ ഒരു നോൺ ഗവൺമെന്റ് സംഘടനയുടെ നടത്തിപ്പ് മൊത്തത്തിൽ നമ്മുടെ
ഹെൽത്ത് ആൻഡ് കെയർ ഡിപ്പാർട്ട്മെന്റ്, സർക്കാരിന്റെ അണ്ടറിലുള്ള ഹെൽത്ത് ആൻഡ് കെയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് മൊത്തത്തിൽ മാറ്റുന്ന ഒരു ട്രാൻസിഷൻ ഏകദേശം 2 വർഷം സമയമാണ് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 10,000-കണക്കിന് ആളുകൾക്ക് ജോലി നഷ്ടപ്പെടും എന്നതും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതാണ് നമുക്ക് എല്ലാവർക്കുമുള്ള ഡൗട്ട്, ആർക്കൊക്കെയാണ് ജോലി നഷ്ടപ്പെടാൻ പോകുന്നത്, ആരുടെയൊക്കെയാണ് ജോലിയെ ഇത് ബാധിക്കാൻ പോകുന്നതെന്നൊക്കെ പ്രൈം മിനിസ്റ്റർക്ക് അതിൽ കുറച്ച് സൂചനകൾ നൽകിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് ലൈൻ സ്റ്റാഫ്, നമ്മുടെ നഴ്സസ്, ഡോക്ടേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ്സുകൾ, ഹെൽത്ത് കെയർ ലൈനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെ ഒന്നും ഇത് ബാധിക്കുകയില്ല. ഇത് ഏതൊക്കെ സ്റ്റാഫിനെയാണ് ഇനി ബാധിക്കാൻ പോകുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് NHS ഇംഗ്ലണ്ടിന്റെ സീനിയർ ലെവൽ മാനേജ്മെന്റ്, അതുപോലെ NHS ഇംഗ്ലണ്ടിന്റെ ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന സീനിയർ ലെവൽ മാനേജ്മെന്റ്, അതുപോലെ ഹൈ ലെവൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റുകളിലിരിക്കുന്ന മാനേജ്മെന്റുകളിലിരിക്കുന്ന ആളുകളെ, അതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് റോളുകളിലുള്ളവരെ, അങ്ങനെ പല റോളുകളിലുള്ളവരെയാണ് ഇത് ബാധിക്കാൻ പോകുന്നത്. ഏകദേശം 10,000-കണക്കിന് സ്റ്റാഫുകളുടെ ജോലി നഷ്ടപ്പെടുമെന്ന് ഏകദേശം ഉറപ്പായി. പക്ഷെ നമ്മുടെ നഴ്സസ്, ഡോക്ടേഴ്സ്, അങ്ങനെ ഫ്രണ്ട് ലൈൻ സ്റ്റാഫിലുള്ള ഒരു ആളുകളെയും ഒരു സ്റ്റാഫിനെയും ഇത് പരോക്ഷമായോ പ്രത്യക്ഷമായോ ബാധിക്കുകയില്ല എന്ന് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് ഉറപ്പ് തന്നിരിക്കുന്നത്. സോ അപ്പൊ ഇന്നലെ വൈകുന്നേരം മുതൽ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിലും നമ്മുടെ NHS വർക്ക് ചെയ്യുന്നവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നത് ഇതിനെക്കുറിച്ച്, ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഇപ്പൊ ഈ ഒരു NHS മൊത്തം ഇപ്പൊ ഫുള്ളായിട്ട് പറഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കൂടെ പരക്കുന്നത് NHS മൊത്തത്തിൽ 2 വർഷം കൊണ്ട് നിർത്തലാക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തയാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലെ NHSഉം NHS ഇംഗ്ലണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാനത് പ്രോപ്പറായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പൊ NHS ഇംഗ്ലണ്ടാണ് മൊത്തത്തിൽ നമ്മുടെ ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് സർക്കാരിന്റെ പൂർണ്ണ അധികാരത്തിലുള്ള NHS ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ലയിപ്പിക്കാൻ പോകുന്നത്. ഇത് NHSലുള്ള ഫ്രണ്ട് ലൈൻ സ്റ്റാഫിനെ യാതൊരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ടെൻഷൻ അടിക്കുകയോ അല്ല അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് വാർത്തകൾ കേട്ട് ആശങ്കപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. NHSലെ ഈ ഒരു ഫ്രണ്ട് ലൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന നഴ്സസിനെയും ഡോക്ടേഴ്സിനെയും ഹെൽത്ത് കെയർ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള യാതൊരു ആളുകളെയും ഇത് ബാധിക്കാൻ പോകുന്നില്ല. അതിന് പകരം നഴ്സുമാരുൾപ്പെടെയുള്ള ഫ്രണ്ട് ലൈൻ സ്റ്റാഫിന് കൂടുതൽ ബെനിഫിറ്റും പിന്തുണയും ലഭിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് ഈ ഒരു പദ്ധതി മൂലം വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ NHSന്റെ വരാൻ പോകുന്ന റീഫോർമേഷന്റെ ഏറ്റവും വലിയ ഒരു ചവിട്ടുപടിയായിട്ടാണ് നമ്മുടെ കെയർ സ്റ്റാമറും ഹെൽത്ത് സെക്രട്ടറി വേസ്റ്റ് ട്രീറ്റിംഗും ഒക്കെ ഇതിനെ നോക്കിക്കാണുന്നത്. അപ്പം വരുന്ന ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ഉണ്ടാകും. അത് നമ്മൾ വരുന്നതനുസരിച്ച് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. സോ നമ്മുടെ ചാനൽ കാണുന്നതിന് നെക്സ്റ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മാക്സിമം ആളുകളിലൊക്കെ ഷെയർ ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബൈ.